Hello guys, welcome back to Keji for Listening. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിനെ കുറിച്ച് പരീക്ഷണങ്ങളാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സ്പെരിമെൻറ്റ്സ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ജസ്റ്റ് ഒന്ന് മുഴുവൻ കാണാൻ സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇരുന്ന് വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് നേരിട്ട് പരീക്ഷണത്തിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബേക്കിംഗ് സോഡയും ഈ ഒരു നാരങ്ങനീരും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിയാക്ഷനാണ്. അപ്പോൾ ഈ സംഭവം മിക്സ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു ഗ്യാസ് ഫോം ആയിരിക്കും. ആ ഒരു ഗ്യാസ് നമ്മൾ ജസ്റ്റ് ഈ ഒരു ബലൂണിൽ നിറയ്ക്കുകയാണ്. അപ്പോൾ ഈ ബലൂൺ എന്ത് സംഭവിക്കുന്നത് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് ഈ ഒരു ബലൂണിൽ നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള ബേക്കിംഗ് സോഡ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക. ഈ ഒരു ബലൂണിൽ ഈ ബേക്കിംഗ് സോഡ ഫില്ല് ചെയ്യാനായിട്ട് എന്താ പറയുക, വല്ല ഈ കുയിലൊക്കെ പോലെ സംഭവം യൂസ് ചെയ്താൽ അടിപൊളിയായിരിക്കും. നമുക്കിപ്പോൾ ടൈമില്ലാത്ത കാരണം നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു സ്പൂൺ കൊണ്ട് ആ സംഭവം ഫില്ല് ചെയ്യാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബലൂണിൽ ഏകദേശം പകുതി മുക്കാൽ ഭാഗത്തോളം നമ്മുടെ ബേക്കിംഗ് സോഡയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ബേക്കിംഗ് സോഡ ഈ ഒരു നാരങ്ങനീരിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. എന്ത് സംഭവിക്കും നമുക്ക് നേരിട്ട് കാണാം. നമ്മൾ ഈ നാരങ്ങനീര് നേരത്തെ തന്നെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഈ ഒരു ബലൂൺ വെച്ച് കൊടുക്കാൻ പോവാണ്. ഈ ഒരു ബലൂൺ വെച്ചിട്ട് അത് തമ്മിലുണ്ടാകുന്ന റിയാക്ഷനിൽ പൊങ്ങി വരുന്നതാണ് ഈ ഒരു ഗ്യാസ്. ഈ ഒരു ബലൂൺ പൊട്ടാൻ വരെ ചാൻസ് ഉണ്ട്. എന്ത് സംഭവിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഒരു പിടിയില്ല കേട്ടോ. ഒന്നും സംഭവിച്ചില്ല. സാധാ ഒരു അയർ മാത്രം നടന്നുള്ളൂ. ഞാൻ വിചാരിച്ചു ഈ സംഭവം പൊങ്ങുമെന്ന്, പക്ഷേ ഉദ്ദേശിച്ച പോലെ നടന്നില്ല. പോട്ടെ, അടുത്ത എക്സ്പെരിമെൻറ്റിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ചെറിയ റോക്കറ്റ് നമ്മൾ മേലോട്ട് വിടാൻ പോവുകയാണ്. ഇവിടെ റോക്കറ്റ് നമ്മൾ സങ്കല്പിക്കുന്നത് ചെറിയൊരു കുപ്പിയാട്ടോ, പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അതിൽ നിറയ്ക്കണ ഫ്യൂവൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സ്പ്രേ ആണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പറഞ്ഞ റോക്കറ്റ് ഇതാണ്. അപ്പോൾ ഇതിൽ നിറയ്ക്കാൻ പോകുന്ന ഫ്യൂവൽ ഇതാണ്. അപ്പോൾ ഇതെങ്ങനെ വിടണമെന്ന് വെച്ച് കാട്ടി തരാം. മെയിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു കോർക്കിൽ ഒരു ചെറിയൊരു ഹോൾ ഇടണം. ഈ ഒരു ഹോൾ ഇട്ടതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇതിലേക്ക് നമ്മുടെ ഈ ബോട്ടിലിനുള്ളിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒരു 4-5 വട്ടം ഈ ഒരു സ്പ്രേ ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്യുക. 1 2 3 4 4 മതി. അതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ബോട്ടിലൊന്ന് ജസ്റ്റ് അടച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് ചെയ്യുന്ന ശേഷം നമുക്കിപ്പോൾ നേരെയാണ് ഇടേണ്ടത്. അതിനായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു നമ്മുടെ വീടിൻ്റെ ഒരു മരം ഏകദേശം മുകളിലേക്കായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ഈ ഒരു സംഭവം വയ്ക്കുകയാണ്. ഇരിക്കുമോനെ മോളെ പോണ്ട നമുക്ക്. ഇപ്പോൾ സെറ്റായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് തീ കൊടുത്ത് നോക്കാം കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ചെറിയ പിള്ളേർക്ക് കൊണ്ടാണ് ഒരു സംഭവം കാട്ടിയിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണാം. ഒരു ട്രേയിൽ കുറച്ച് കളർ വെള്ളം ഒഴിക്കുക. കളർ വെള്ളം ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ആ ക്യാൻഡിലൊന്ന് കത്തിക്കുക. ക്യാൻഡിലൊന്ന് കത്തിച്ചതിന് ശേഷം ഒരു ചില്ലുകുപ്പി അതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കി വയ്ക്കുക. ഫ്രണ്ട്സ്, അടുത്തായിട്ട് ഒരു സിമ്പിൾ മാജിക് ട്രിക്കാണ്. ജസ്റ്റ് എന്താണെന്ന് കാട്ടിത്തരാം. അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു ബോട്ടിൽ എടുക്കുക, ഒരു ബലൂൺ എടുക്കുക. ജസ്റ്റ് ബോട്ടിലേക്ക് ബലൂൺ ഇറക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കവർ ചെയ്യുക. അതിന് ശേഷം വീർപ്പിക്കുക. പാടില്ല.
ഈ ബലൂൺ എങ്ങനെ നിൽക്കണമെന്ന് വെച്ചാൽ അവർക്ക് ഡൗട്ട് ഉണ്ടാവും കേട്ടോ. നോക്കിയാൽ ഇവിടെ ജസ്റ്റ് ഇവിടെ ഹോളുണ്ട്, എന്നിട്ടും ഇതിൻ്റെ ഉള്ളിൽ എയർ നിൽക്കുന്നുണ്ട്. ഇനി ഒന്ന് കാട്ടിത്തരാം. ഈ സംഭവം എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒരു ബോട്ടിൽ എടുക്കുക, അതിൽ ബലൂൺ കയറ്റുക, അതിന് ശേഷം ഇവിടെ ബാക്ക് സൈഡിലായിട്ട് ജസ്റ്റ് ഒരു ഹോൾ ഇടാം. എന്നിട്ട് ഈ ഒരു ഹോളിൻ്റെ അവിടെ നിന്ന് കൈ മാറ്റിയിട്ട് ജസ്റ്റ് നിങ്ങൾ ബലൂൺ വീർപ്പിക്കുക. അതിനുശേഷം വീർത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഈ ഹോളിൻ്റെ അവിടെ കൈ വയ്ക്കുക. അതിന് ശേഷം ഇത് എടുക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് ആക്കുമ്പോൾ കൈയിനെ മാറ്റി കൊടുക്കുക. സോ സിമ്പിൾ. അപ്പോൾ ഇത് ഇവിടെ ഇത്രയ്ക്കുള്ള ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട നിങ്ങൾ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ഒരു കാരണവശാലും മറക്കണ്ട. അവിടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഞങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇതിനൊരു കിടിലം വേണ്ടിയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.